എടി നമ്മളെ പരിപാടി നിന്റെ കാമുകം തൂക്കിയാ. എടാ അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം, നീ ഇപ്പത്തെ മൂഡ് കളയാതെ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം, ഇവിടെ ഒരു സുഖമില്ല. ആരുടെ ഇത്? എടാ അവ എന്റെ കുറച്ച് ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വിളിച്ചു വരുത്തിയതാണെടാ അവൻ. നമ്മളെ പരിപാടി നിന്റെ കാമുകം തൂക്കിയാ എന്ത് ചെയ്യും? എടാ അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം, നീ ഇപ്പത്തെ മൂഡ് കളയാതെ. നീ അവന് മെസ്സേജ് തുടങ്ങിയപ്പോഴേ അവൻ്റെ അടുത്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്റെ ഈ കുണച്ച പരിപാടി ഏതുവരെ പോകും നോക്കി നിൽക്കായിരുന്നു നമ്മള്. നിന്നെപ്പോലുള്ള ഒരുത്തി മതിയടി ലോങ് ഡിസ്റ്റൻസിലുള്ളവരെ വിശ്വാസം നഷ്ടപ്പെടാൻ. കഴിഞ്ഞ നിന്റെയൊക്കെ ടെസ്റ്റ്. എടാ ഞാൻ ഒരു ഹായ്ക്ക് റിപ്ലൈ കൊടുത്താൽ ഇനിയും നിന്നെ പോലുള്ളവന്മാർ എന്റെ പുറകെ വരും. നീ എന്തിന്റെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കണ? ഒന്ന് പൊട്ടിയിടാവളാ. ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ എന്നെ? പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കും. നീ എന്നെ അടിച്ചെന്നല്ല, നീയൊക്കെ മൂന്നും കൂടെ എന്നെ കയറി പിടിച്ചെന്നു. പിന്നെ പത്രത്തിലും ചാനലിലും നിന്റെയൊക്കെ ഫോട്ടോ നിറഞ്ഞിരിക്കും. എൻ്റെ ഫോട്ടോയും വരില്ല, പേരും വരില്ല. അതിന് മീഡിയ ചാർത്തി തന്നൊരു പേരുണ്ട്, അതിജീവത. അപ്പൊ പോട്ടെ കാമുകന്മാരെ. ഇതിപ്പം എന്താ പറയണ്ടേ? ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, അതാണ് ആദ്യം പറയേണ്ടത്. പിന്നെ ഇത് സത്യം പറഞ്ഞ സമൂഹത്തിൽ ഇപ്പം ഈ ഒരു ജനറേഷനിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ എന്തോ ഒരു സ്കേറി ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മള് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി പോകുന്നത്. എപ്പോഴെങ്കിലും കറക്റ്റ് സമയത്തിന് ബിരിയാണി അവിടെ എത്തിക്കണം ഹോട്ടലിൽ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ലാഗ് ആവില്ല. ചേട്ടാ അത് എന്റെ ഫ്രണ്ടാ. ചേട്ടാ കടയിൽ പോയില്ലേ? ഞാൻ എന്തോ എടുക്കാന്നതാ മോളെ, മറന്നുപോയി. ശരി പോട്ടെ മോളെ. നിന്റെ ഭർത്താവ് പൊട്ടനാണ്, അവനൊന്നും മനസ്സിലായില്ലല്ലേ? എന്താ അവൻ പോയില്ലേ? പിന്നെന്താ? അവൻ വെറുതെ പോകൂല, അവൻ തിരിച്ചു വരും. ഓ ഞാൻ ഇപ്പൊ ഇവിടെ ഇട്ട് വെട്ടിക്കൂട്ടു, എന്നിട്ട് നിന്നെ കൊണ്ട് ഞാൻ തീറ്റി. നമുക്ക് ബിരിയാണി കെട്ട് വേണം, ഇറക്കെട്ട് വേണം. ദൈവത്തോർത്തൊന്നും ചെയ്യല്ലേ, എനിക്ക് പറ്റിപ്പോയി, ക്ഷമിക്കെന്നോട്. ഞാൻ ഇല്ലാത്ത സമയത്ത് ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റി നിന്റെ അടുത്ത്. പക്ഷെ നിന്റെ അടുത്ത് ക്ഷമിക്കാൻ അടിപൊളി ദൈവമല്ലല്ലോ. ഈ തൂക്കുമ്പം അല്ലെങ്കിൽ ആള് എല്ലാ കള്ളത്തരം കണ്ടുപിടിക്കുമ്പം എല്ലാ പെൺപിള്ളേർക്കും ഉള്ള ഒരു സ്ഥിര ഡയലോഗാണ്, എന്നോടും ക്ഷമിക്ക്, ഈ ഒരു സിറ്റുവേഷനിൽ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇത് പറ്റിപ്പോകുന്നതെന്നല്ല, അവര് എന്താ പറയണ്ട, അവർക്ക് മനസ്സ് പറഞ്ഞ് ഒരാളുണ്ടെന്ന് അറിഞ്ഞിട്ടും വേറെ ഒരാൾക്ക് ആ ഒരു സ്ഥാനം കൊടുക്കുന്നെങ്കിൽ അതെങ്ങനെയാ പറ്റിപ്പോകുന്നത്? അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ്. പല ഇതിലും പറയുന്നത് തന്നെയാണ്, ചീറ്റിംഗ് ഈസ് എ ചോയ്സ്, ഈസ് നോട്ട് എ മിസ്റ്റേക്ക്. അതാണ് സംഭവം. ഒരാളെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ആയിരുന്നാലും പറ്റിക്കും, അത് ഉറപ്പാണ്.